പുനലൂർ വട്ടപ്പടയിൽ 19-കാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കൊലപാതക ആരോപണവുമായി കുടുംബം രംഗത്ത്. മകളുടേത് യാദൃശ്ചികമായ അപകട മരണമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കൊലപാതകമാണെന്നും ആരോപിച്ച് മരിച്ച പവിത്രയുടെ അമ്മ സുലേഖ ഹൈക്കോടതിയെ സമീപിച്ചു. സംഭവത്തിൽ പവിത്രയെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം പുറത്തുവന്നു. കഴിഞ്ഞ വർഷം ജൂൺ 18-നാണ് പവിത്ര രാജേഷ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. ബന്ധുവായ യുവാവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യവേ ഉണ്ടായ റോഡപകടത്തിൽ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വിവരം. തുടർന്ന് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരവെയാണ് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത്. എന്നാൽ സംഭവം നടക്കുമ്പോൾ വിദേശത്തായിരുന്ന അമ്മ സുലേഖ പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ബന്ധുക്കളോടും നാട്ടുകാരോടും വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് മരണത്തിലെ ദുരൂഹത പുറത്തുവരുന്നത്. തുടർന്ന് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇത് മനഃപൂർവ്വം ഇവൻ കൊച്ചിനെ വേറെ എവിടിട്ടോ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവളെ എതിർത്തപ്പോൾ അവളുടെ തലയ്ക്കടിച്ച് അവളെ അവശ്യ നിലയിലാക്കി ഇട്ട് വഴി കൊണ്ടിട്ടിട്ട് അവന്റെ വണ്ടി മറിച്ചിട്ടോല്ല. ആ വണ്ടി ഞാൻ കണ്ടതാ. ആ വണ്ടിക്ക് ഒരു പരിക്ക് പോലുമില്ല. ഞാൻ നാട്ടിൽ വരുമ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ അവിടെ വെച്ച് മെഡിക്കൽ കോളേജ് അവൾക്ക് ചെറിയായിട്ടൊരു ബോധം വന്നപ്പം അവളെ അപ്പച്ചിയുടെ മോനോടും എല്ലാവരോടും പറഞ്ഞ് അവളെ അടിച്ചതാന്ന് അവള് പറയുന്നുണ്ട്. ഇതിനിടെ ഒപ്പമുണ്ടായിരുന്നവർ പവിത്രയെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന തരത്തിലുള്ള ബന്ധുവായ യുവാവിന്റെ സന്ദേശം പുറത്തുവന്നു. പവിത്രയ്ക്ക് നിർബന്ധിച്ച് മദ്യം നൽകിയ ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് ശബ്ദ സന്ദേശത്തിൽ യുവാവ് വ്യക്തമാക്കുന്നു. ഇവനാണ് അവിടുത്തെ, പിന്നല്ലാതെ മാങ്കൊച്ചിലെ ഒരു 60 ഒഴിച്ചിട്ട് ഇവൻ ബീർ ഒഴിച്ച് കൊടുത്തില്ലേ അവർക്ക്. അവന് വേറെ പ്ലാൻ ആയിരുന്നു. പണ തെമ്മലുള്ള ചെറുക്കന്മാര് പറയുന്നേ ഇയാള് കൊണ്ടുവന്ന് തലക്കം കണ്ടടിച്ചിട്ടിട്ട് ഇയാള് കൊണ്ട് അവളെ അവിടെ ഇട്ടിട്ട് ഇയാള് ബൈക്കും കൊണ്ട് മറിഞ്ഞു ആ ചെറുക്കന്മാർക്ക് പറഞ്ഞു. അവള് പറഞ്ഞും ചെയ്തു തലക്കടിച്ച് തലക്കടിച്ച്. എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ പറയും സാറേ അന്ന് ഞാൻ പേടിച്ചിട്ടാ പറയാനേ, എന്റെ അടുത്ത് ഇങ്ങനൊക്കെ പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ പറയാനേ. അന്ന് അവൻ എന്തൊക്കെ എന്നോട് പറഞ്ഞു അതല്ല ഞാൻ പറയും. ഇതോടെ സംഭവത്തിൽ ദുരൂഹതയേറുകയും കുടുംബത്തിന്റെ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ നിലവിലുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമായല്ല നടക്കുന്നതെന്ന ഗുരുതരമായ ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. കേസിൽ നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം ഉറപ്പാക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സുലേഖ നേരത്തെ സർക്കാരിന് ഔദ്യോഗികമായി കത്തയച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മകളുടെ മരണം വീണ്ടും പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.